എടാ മാത്തുക്കുട്ടി, ഈ വെള്ളവും കായലും ഒക്കെ കാണാനെങ്കിലും നീ എല്ലാ വർഷവും നാട്ടിലോട്ട് വാടാ. നാട്ടുകാരെക്കാളും കൂടുതൽ വിദേശികളായി ഇവിടെ ഇപ്പം. കണ്ടില്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അവരെ പറ്റിക്കാൻ. അതിനെന്തോ മുദ്രാവാക്യം ഇവിടെ ഉള്ളവർ പറയുമല്ലോ. എന്തുവാടാ കുഞ്ഞോനത്? ഗോഡ്സ് ഓൺ കൺട്രി. ആ, അത് തന്നെ. ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇപ്പൊ ഇവിടെ വന്നല്ല. കഴിഞ്ഞ വർഷവും വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല. അവിടുത്തെ ഓരോ തിരക്കുകൾ കഴിഞ്ഞിട്ട് വരാനൊക്കെ ഉണ്ട് എന്റെ അമ്മച്ചി. ഇപ്പോഴേ ഇവളെ കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങനെ. ഇനി പ്രകാശം കൂടി അങ്ങോട്ട് വന്നാലേ ഒന്ന് ശ്വാസം വിടാനുള്ള ഒഴിവ് കിട്ടും. എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് അവനും നമ്മുടെ കൂടെ തന്നെ പോരാ. അതെ. എന്തോന്നതെ? കല്യാണം കഴിച്ചവൻ ഇവിടെ തന്നെ കൂടാൻ പോവാ എന്നോടൊപ്പം. അത് ഞങ്ങള് തീരുമാനിച്ചതാ, ഇല്ലയോടാ കുഞ്ഞോനെ? കൊച്ചിനെ ഞാൻ കണ്ടതാ, നല്ല കൊച്ച്. കുഞ്ഞോനുമായിട്ട് നല്ല ചേർച്ചയാ. പിന്നെ വീട്ടുകാർ മോശമൊന്നുമല്ല. ഡൽഹിയിലെ നമ്മുടെ ജോണിയുടെ ഭാര്യയുടെ ചാർച്ചക്കാരാടാ. എങ്കിൽ പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മച്ചിക്ക് നിശ്ചയിച്ചൂടായിരുന്നു. അത് കൊള്ളാം. നീയും സാറേയും കൂടെ ചെന്ന് കാണാതെ എങ്ങനെയാ? എന്നാ പോകണ്ടെന്ന് വെച്ചാൽ അമ്മച്ചി പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചേട്ടന്റെ മോനെടുത്തം പഠിക്കാനെന്നും പറഞ്ഞ് പോയതാ. 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൂടെ ഒരു മദാമ്മ, ഒപ്പം ഒരു കൊച്ചും. ആ പെണ്ണോ അവന്റെ 2 ഇരട്ടി. ദേ ഇത്രയേ ഉണ്ട്. അന്ന് തീർച്ചപ്പെടുത്തിയതാ ഞാൻ കുഞ്ഞോന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന്. ഇതിപ്പം ഭാഗ്യത്തിന് മനപ്പൊരുത്തം പോലെ ഒത്തുവന്നെന്നും വെച്ചോ. എല്ലാവർക്കും തൃപ്തിയായ നിലയ്ക്ക് നമുക്ക് തീയതിയൊക്കെ നിശ്ചയിക്കരുത്. അതിനി വേറൊരു ചടങ്ങ് വേണോ? വേണ്ട, പറഞ്ഞാ മതി. എപ്പോഴായാലും ഞങ്ങൾ റെഡി. 1 മാസത്തെ അവധിക്കാണ് ഞങ്ങൾ വന്നത്. ഏറിപ്പോയാൽ 1 or 2 ആഴ്ച കൂടെ നിൽക്കാം. ഇതിനുള്ളിൽ കല്യാണവും വിരുന്നും ഒക്കെ കഴിഞ്ഞാ സോനയും കൊണ്ടുപോവാം ഞങ്ങളോടൊപ്പം. സോനയ്ക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? വിസയുടെ കാര്യത്തിൽ വലിയ പ്രയാസം വരില്ല. പ്രകാശിന് ഗ്രീൻ കാർഡുള്ള സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞ് 4-5 ദിവസത്തിനകം ശരിയാക്കാവുന്നേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാനും പറഞ്ഞതാ അത്. കുഞ്ഞോ വേണമെങ്കിൽ പൊക്കോട്ടെ, മോൾ എന്റെ കൂടെ കുറച്ചു നാള് പുളിങ്കുന്നിലൊക്കെ നിന്ന്. അത് പറഞ്ഞിട്ട് അപ്പനും മോനും ആ വഴിക്ക് എടുക്കണ്ടേ? അതിപ്പോ അമ്മച്ചിയുടെ സമ്മതം നോക്കിയാൽ ശരിയാവില്ല. എന്റെ തിരക്കും ബിസിനസ്സും ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. പ്രകാശും കൂടി അങ്ങോട്ട് വന്നാലേ ശരിയാവൂ. പുതുമോടിയാവുമ്പോ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഇവനും കാണും പ്രയാസം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അതുകൊണ്ട് മിസ്റ്റർ ജോബും നിങ്ങളെല്ലാവരും ഒരു ഫേവർ ചെയ്തു. ഒക്കെ എത്ര പെട്ടെന്ന് അല്ലേടാ? നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പോവൂലടാ നിന്നെ വിട്ട്. ഇവിടെ ഒക്കെ വിട്ട്, പപ്പയും മമ്മിയും സണ്ണിച്ചാനിയും ബേബാൻഡിയും ഒക്കെ വിട്ട് ഞാൻ എന്താ അത് ഓർക്കാഞ്ഞത്? എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, പിരിയേണ്ട സമയമാകുമ്പോൾ പിരിയണം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോണം, എവിടേക്കായാലും പോകണം, എത്ര ദൂരത്തേക്കായാലും പോകണം. പിന്നെ നിനക്ക് നിൻ്റേതായ ലോകം, നിൻ്റേത് മാത്രമേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത്, അല്ലെങ്കിൽ ഫോൺ കോൾ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ന്യൂ ഇയർ കാർഡ്. പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാടെ എത്തുക. അത് നിന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, ദ റിയൽ ട്രൂത്ത്. ഇല്ല, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. പറ്റൂടാ എനിക്ക്? നിനക്ക് പറ്റുമോ? അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വീർപ്പുമുട്ടലായിരുന്നു ഇല്ലേ? ഇതിപ്പോ പോയ പിന്നെ എന്താണെന്ന് പോലും അറിയാതെ. ഒരുപക്ഷെ 2-3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനൊക്കെയായി തടിച്ച് വീർത്ത് മുടിയൊക്കെ ബോബ് ചെയ്ത് 4-5 വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും. അപ്പോൾ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരും. നിനക്ക് തമാശ. ഇപ്പൊ ഓർക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുക. ഈ പ്രേമവും ഈ കല്യാണവും ഒന്നും. അല്ലെങ്കിൽ പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക്. അതും തോന്നിയില്ല ഈ മരമാക്രിക്ക്.
ഞാൻ അറിയാതെ. സോറി. അപ്പോട്ടാ ആ രണ്ടുപേർക്കുണ്ടല്ലോ കത്ത് ഓരോന്ന് കൊടുത്തേക്കെ മൂപ്പർക്ക്. വർഷയുടെ കത്താ രണ്ടുപേർക്കുണ്ട്. ഡൽഹിന്നാവും. നിനക്ക് പിന്നെ പ്രേമലേഖനാണെന്ന് വിചാരിക്കാം. എനിക്കെന്തോന്ന് അവൾ എഴുതാൻ? നോ എക്സ്ചേഞ്ച്. എന്റെ കത്ത് നീ വായിക്കുന്നു, നിന്റെ കത്ത് ഞാനും. ആ പ്രിയപ്പെട്ട എബിക്ക്, വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാവല്ലോ അല്ലേ? അല്ലേ? ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ എത്തിയത്. പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലാന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി എന്റെ കത്ത് നീ വായിക്കണ്ട. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെക്കുറിച്ച് സംസാരിച്ചു. ഡാഡിയാ പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന്. ഒരു പക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ. പ്രേമമെന്ന് പറയുന്നത് അങ്ങനെയാണ് ബി. ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞോ? അതുപോലെ എബിക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. എല്ലാം തുറന്നു പറയൂ സോനയോട്. പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ലെന്ന് നീ പഠിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? പ്രകാശിനോട് എന്താ മറുപടി പറയണ്ടെന്ന് 1000 വട്ടം ചോദിച്ചില്ല ഞാൻ. അപ്പൊ പറഞ്ഞൂടായിരുന്നോ നിനക്ക്? പക്ഷേ ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് എന്ത് മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു. അപ്പോഴെങ്കിലും പറഞ്ഞൂടായിരുന്നോ നിനക്ക്? എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് നടന്നില്ലേ നീ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നിന്നെ കാണും വലുതാണോ എനിക്ക് പ്രകാശിന്റെ സ്നേഹം? നിന്നെ സങ്കടപ്പെടുത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. ആരും എന്നെ സ്നേഹിക്കണ്ട. ആരും എന്നെ വിവാഹം കഴിക്കണ്ട.
എന്നെ തൊടണ്ട. തോൽപ്പിച്ചില്ലേ നീ എന്നെ? പറ്റിച്ചില്ലേ നീ എന്നെ? എന്താ നിനക്ക്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? പറയടാ, പറഞ്ഞു താടാ, എന്താ ചെയ്യേണ്ടത് ഞാനിനി? എന്തുവാ പോവാന്നോ? അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? പെട്ടെന്നുണ്ടായതല്ല പപ്പ, നേരത്തെ സെലക്ഷൻ കിട്ടിയിരുന്ന. നീണ്ടുപോയി ഇപ്പൊ ആയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആകെ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. എന്നാൽ ഇപ്പൊ നീ പോണ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞതല്ലേ, ഇത് ലാസ്റ്റ് ചാൻസാ, എനിക്ക് പോണം. എന്നാൽ ഇവളുടെ കല്യാണല്ലേ ബി? നാളെ മനസ്സോദ്യം, പിന്നെ ആകെ 10 ദിവസം പോലും ഇല്ല. അതിനിടയ്ക്ക് അവൻ പോവാന്ന് പറഞ്ഞ? അതിപ്പോ രണ്ടും ഒരുമിച്ചായതിന് ഞാനെന്ത് ചെയ്യാനാ? രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ തീരുമാനിച്ച പോരെ? ഇനി ഇപ്പൊ പോകാതിരുന്നാ ശരിയാവില്ല. ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ അത്? താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കായിരുന്നു ഞാൻ. കത്തുകൾ ഇനിയും കുറെ പോസ്റ്റ് ചെയ്യാനുണ്ട്. വിളിക്കേണ്ടവർ ബാക്കി. ഒക്കത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ. അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവനില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ കരുതുക? ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. ഇനിയിപ്പോ നിങ്ങളൊക്കെ എതിർത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല. ഇവളെന്താ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ഇവള് പറയട്ടെ. കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോന്ന് ഇവള് തന്നെ പറയട്ടെ. പോയിക്കോട്ടെ സണിച്ചായ, അവന് പോണെന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഇതിപ്പോ പണ്ടാരായിട്ട് പറഞ്ഞ പോലെ ആയല്ലോ. ഇവക്കും ഇതെന്ത് പറ്റി?